നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു അടപ്രഥമൻ ഉണ്ടാക്കാം. ഞാൻ തന്നെ അട ഒന്ന് വേവിക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാമിൻ്റെ അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് അടപ്രഥമൻ്റെ അട ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. അട മൂടി വെച്ച് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെക്കാം. അതിനായിട്ട് ഞാൻ 2 വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പെട്ടെന്ന് ഉരുകി കിട്ടുന്നതിന് നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അടി കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ്, കറുത്തമുന്തിരി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളിക്കകത്തേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒന്ന് അരിച്ച് ഒഴിക്കാം. ഇനി ഈ ശർക്കരയുടെ വെള്ളം ഒന്ന് പറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ശർക്കര പാനീയത്തിലെ വെള്ളമൊക്കെ മാറി ശർക്കര പാനീയം ഒന്ന് കുറുകിയിട്ടുണ്ട്. ശർക്കര പാനീയം കുറുകി വരുമ്പോഴാണ് ഇതേ കൂട്ടൊന്ന് പതയാവുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന അട ഒരു 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര പാനീയം നമ്മൾ എത്ര കുറുക്കിയെടുത്താലും അട നമ്മൾ കഴുകിയെടുത്ത് ഊറി വെച്ചിരുന്നേച്ചാണ്. എന്നിരുന്നാലും ഇതിനകത്തേക്ക് വരുമ്പോൾ അടയിലുള്ള വെള്ളം കുറച്ച് വരും. കണ്ടോ, അടയിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇനി നമുക്ക് അടയും ശർക്കര പാനീയവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. അട ശർക്കര പാനീയത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാൽ നമുക്ക് വേണേൽ 2ആയിട്ട് ഒഴിക്കാം. പകുതി ആദ്യമേ ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ബാക്കി പകുതി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒന്നും നിന്നില്ല, ഞാൻ ഒന്നിച്ചാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വറ്റി വരണം. അട 2ാം പാലിലും ശർക്കരയിലും കിടന്ന് അങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ച് ഏകദേശം ഒരു 15 to 20 മിനിറ്റായി. അപ്പോൾ നമ്മുടെ 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് അത് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കയ്യിലിപ്പോൾ അടിയിൽ ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതേ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഇനി കുറച്ചിടാം. തീരെ കുറച്ച് നമുക്ക് നമ്മുടെ ഫ്ലെയിം സെറ്റ് ചെയ്യാം. തവി അടിയിൽ ചെറുതായിട്ട് തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പായസം കുറുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തലപ്പാൽ അല്ലെങ്കിൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ അടപ്രഥമൻ്റെ അകത്ത് ജീരകോ ചുക്കോ ഏലക്കായോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചില ആൾക്കാർ ഏലക്ക മാത്രം പൊടിച്ചിട്ട് കൊടുക്കും. ചിലർ ജീരകം, ഏലക്ക, ചുക്ക് എന്നിവ പൊടിച്ചതിനകത്തിടും.
അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്രഥമൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മാറിയിട്ട് ഈ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അതിപ്പോൾ ഏലക്ക മാത്രം ഇട്ടാലും ഏലക്കയുടെ ഫ്ലേവർ ഒരു ഇച്ചിരി മുമ്പോട്ട് നിൽക്കും. അടപ്രഥമൻ്റെ യഥാർത്ഥ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും ഈ തേങ്ങാപ്പാലും ആ അടയുടെയും രുചിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ ഏലക്കയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏലക്ക ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അടപ്രഥമൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫ്ലെയിം നന്നായി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ. തവിയൊക്കെ അടിയിൽ നല്ലപോലെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഹീറ്റിലിടുക. അതിന് ശേഷം മാത്രം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കരുത്. ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കാരണവശാലും തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്യാവുന്നതാണ്. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഉരുളിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ഉരുളിയുടെ ചൂട് കൊണ്ട് പായസം വീണ്ടും കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പായസം ഇനിയും ഒന്നുകൂടി ഒന്ന് കുറുകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അടപ്രഥമൻ്റെ ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.